രണ്ടുപേരാണ് അവിടെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതെന്ന് അറിയുന്നു. സാധാരണ വിനോദസഞ്ചാരികൾക്ക് പോകാൻ കഴിയുന്ന വഴികളൊക്കെ ഉള്ളൊരു പ്രദേശമല്ല ഇത് എന്നും അറിയുന്നുണ്ട്. എങ്ങനെയാണ് ഇവർ അവിടെ എത്തിപ്പെട്ടത്, ആരാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ ഗോകുൽ? അതായത് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ റെസ്ക്യൂ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ചാലിയാർ പുഴയിൽ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി പരിശോധന നടത്തി വന്നവരായിരുന്നു. പക്ഷെ ഇവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇവർ മൂന്ന് പേർ കുടുങ്ങിയത്. അതിലൊരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളുമായി ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീം അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള ആളുകളും അങ്ങോട്ടേക്ക് പോയിരുന്നു. അതിലൊരാളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മറ്റു രണ്ടുപേരുമായി ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് ഒരുപക്ഷെ എത്താനാണ് സാധ്യതയുള്ളത്. അതിനുശേഷം ഇവരെ ആവശ്യമാണെങ്കിൽ വൈദ്യസഹായം അടക്കമുള്ള നൽകുമെന്നും മനസ്സിലാക്കുന്നു. ഏതായാലും ഇപ്പോൾ ഇവരെ രക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശരി ഗോകുൽ, 3 പേരാണ് ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്ത്, സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് കുടുങ്ങിപ്പോയത്. രക്ഷാദൗത്യത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. അവർ പക്ഷേ ആവശ്യത്തിന് ഉപകരണങ്ങളൊന്നും സാമഗ്രികളൊന്നും കയ്യിലില്ലാതെയാണ് ഇറങ്ങിയത് എന്ന് പറയുന്നു. എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഹെലികോപ്റ്ററിന് അനുകൂല സാഹചര്യമായിരുന്നില്ല. എങ്കിലും അതീവ സാഹസികമായി ഒരാളെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു. ഇനി 2 പേർ കൂടി അവിടെ പാറയുടെ മുകളിൽ ബാക്കിയുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമാണ്. ഏതായാലും പരിഭ്രാന്തരാവാതെ രക്ഷാകരങ്ങൾ എത്തുന്നതുവരെ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുമെന്ന് തന്നെ കരുതുകയാണ്. അവർ രക്ഷാദൗത്യത്തിൽ ഉൾപ്പെട്ടവരാണല്ലോ, തെരച്ചിൽ സംഘത്തിലുള്ളവരാണ്. ഉപകരണങ്ങളില്ല എന്നൊരു കാരണം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവരുണ്ട്, സൈന്യമുണ്ട്, അഗ്നിരക്ഷാ സേനയുണ്ട്. ഇവരെല്ലാവരും സ്ഥലത്ത് തന്നെയുണ്ട്. കമൽ, എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ശ്രമങ്ങൾ എവിടെ വരെയായി? സന്നാഹങ്ങളും അവിടെയുണ്ട്. പ്രദേശം പരിചയമുള്ള വനം വകുപ്പ് ജീവനക്കാരുണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, ഇതിൽ വൈദഗ്ധ്യം നേടിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പക്ഷെ ആ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അത്രയും ദുർഘടമാണ്. ഞാൻ നേരത്തെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. നമ്മൾ താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഒരുപക്ഷെ റോഡ് എടുക്കാതെ കുത്തനെ താഴേക്ക് ഇറങ്ങി അടിവാരത്തെത്തുന്നത് പോലെയാണ് ഈ പരപ്പൻപാറ കോളനിയിലേക്ക് ഇറങ്ങി പോകേണ്ടത്. അവിടെ നിന്ന് കുത്തനെ താഴെ ഇറങ്ങി കുറച്ചു ദൂരം സമതലത്തിലൂടെ നടന്നാലാണ് ഈ കോളനിക്ക് അടുത്താണ് ചാലിയാർ ഒഴുകുന്നത്. ആ വഴിയിലൂടെ കയറി വന്നു എന്ന് പറയുകയാണെങ്കിൽ അത് അത്രയും ദുർഘടമായ ഒരു പ്രദേശമാണ്. ഈ മഴക്കാലത്ത് ഇത്രയും മഴ പെയ്യുന്ന സമയത്തൊന്നും സാധാരണ നിലയ്ക്ക് ആളുകൾക്ക് അതുവഴി പോകാൻ കഴിയില്ല. അവർ എങ്ങനെ കയറി അവിടെ എത്തി, റോപ്പും സംവിധാനങ്ങളൊന്നും ഇല്ലാതെ എന്നത് തന്നെ ഒരു അത്ഭുതമാണ്. അങ്ങനെ കയറി വരാൻ പറ്റുന്ന ഒരു വഴിയുമല്ല. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിന് ഇത്രയും സമയമെടുക്കുന്നത്. അവരെ അവിടെ നിന്ന് വടം ഉപയോഗിച്ച് കയറ്റാനാണ് ശ്രമിക്കുന്നത്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമവും വിജയിച്ചില്ല. പക്ഷെ എല്ലാ സന്നാഹങ്ങളും അവിടെയുണ്ട്. അവർ എല്ലാ എഫേർട്ടും എടുക്കുന്നുണ്ട് ഇവരെ പുറത്തെത്തിക്കാൻ വേണ്ടി. ഒരാളെ അവിടെ നിന്ന് പുറത്തെത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ 3 പേരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോത്തി, ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അല്ലേ? ഏത് തരത്തിലായിരിക്കും ഇനി ഇത്രയും വെള്ളം കുതിച്ചൊഴുകുന്ന ഈ സന്ദർഭത്തിൽ ഈ റോപ്പ് എങ്ങനെയായിരിക്കും അവരിലേക്ക് എത്തിക്കാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങൾ ആശങ്കയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട് കമൽ. ഇപ്പോഴും റോപ്പ് എത്തിച്ച് മാത്രമാണ് അവരെ രക്ഷിക്കാൻ ഇപ്പോഴുള്ളൊരു മാർഗമായി കാണുന്നത്. കാരണം മറ്റൊരു വഴി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക എളുപ്പമല്ല. നേരത്തെ അത് നിതിൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം പാറക്കെട്ടുകളാണ്, ഈ സമയത്ത് വെള്ളം കുത്തിയൊലിക്കുന്നു. വളരെ വഴുക്കലുള്ള സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലമായി ആണ് പ്രത്യേകിച്ച് വെള്ളം ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് അതിലെ താഴേക്ക് ഇറങ്ങി അവരെയും കൊണ്ട് മുകളിലേക്ക് കയറി വരിക എന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഈ റോപ്പ് ഉപയോഗിച്ച് അവരെ പുറത്തെത്തിക്കാൻ തീരുമാനിച്ചതും അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ആശ്വാസകരമായ കാര്യം ഇവിടെ ലഭ്യമായ വൈദഗ്ധ്യം മുഴുവൻ അവിടെയുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവരുണ്ട് എന്ന് പറയുന്നു. വനംവകുപ്പ് ജീവനക്കാർക്കാണ് ആ ടെറൈൻ പരിചയമുള്ളത്. അവരും സ്ഥലത്തുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ 3 പേരെയുമായി സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്താൻ ഈ സംഘത്തിന് കഴിയട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ചാലിയാറിലെ തെരച്ചിലിന്റെ ഭാഗമായി മലപ്പുറം ഭാഗത്തു നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകരാണ് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇത്രയും ദുർഘടമായ ഒരു സ്ഥലത്ത് അവർ എങ്ങനെ എത്തിപ്പെട്ടു എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല മോത്തി.